ഹലോ മക്കളെ, മിസ് ഒരു കുഞ്ഞു കഥ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു കാട്ടിലൂടെ കുറേ തവളകൾ ചേർന്ന് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രണ്ട് തവള അറിയാതെ ഒരു കുഴീൻ്റെ ഉള്ളിൽ പെട്ടു. അപ്പൊ ഈ രണ്ട് തവളകളും കുഴീൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി ഒത്തിരി ചാടി നോക്കി. അപ്പൊ ചുറ്റുമുള്ള തവളകൾ പറഞ്ഞു, നീ ഇനി ഒത്തിരി ചാടേണ്ട ഒരു ആവശ്യമില്ല, കുറച്ച് ആഴമുള്ള കുഴി ആയതുകൊണ്ട് നിനക്ക് ഇനി ഈ കുഴീൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല, നിന്റെ ജീവിതം ഈ കുഴിയോടെ അവസാനിച്ചെന്ന് ബാക്കിയുള്ള ചുറ്റുമുള്ള തവളകൾ പറഞ്ഞു. പക്ഷെ രണ്ട് തവളകളും അതിന് പറ്റുന്ന അത്രയും നേരം ചാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒന്നാമത്തെ തവള പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു. അപ്പൊ ചുറ്റുമുള്ള തവളകൾ എല്ലാവരും പറയുന്നത് കേട്ട് ഒന്നാമത്തെ തവള എന്ത് ചെയ്തു, കുറേ നേരം പിന്നെ മിണ്ടാതെ ഇരുന്നു. പക്ഷെ രണ്ടാമത്തെ തവള ഇതൊന്നും കേൾക്കാതെ ചാടിക്കൊണ്ടേയിരുന്നു. ഇതിന് പറ്റുന്ന അത്രത്തോളം ഇങ്ങനെ ഒത്തിരി സമയത്തോളം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ചുറ്റുമുള്ള തവളകൾ എല്ലാവരും പറയുന്നുണ്ട്, നീ ഇനി വെറുതെ ചാടി നിന്റെ എനർജി ഒന്നും കളയണ്ട, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, നീ എന്ത് ചെയ്യും ഉപേക്ഷിക്കുക, നിന്റെ ഈ ഒരു ശ്രമം നീ ഉപേക്ഷിക്കുക. പക്ഷെ ഈ തവള ഇതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ബാക്കിയുള്ള തവളകളെല്ലാം ഇങ്ങനെ അതിശയിച്ചു നോക്കി, ഇവൻ എന്താണ് ചെവിയൊന്നും കേൾക്കുന്നില്ല, ഇത്ര നേരം ഇവനോടല്ലേ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, നിനക്ക് ചാടിയിട്ട് ഈ കുഴീൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്ന് ഈ തവളയോടല്ലേ പറയുന്നതെന്ന് വിചാരിച്ച് ബാക്കി എല്ലാ തവളകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം നമ്മുടെ രണ്ടാമത്തെ തവള ഒരൊറ്റ ചാട്ടം ചാടിയതും കുഴീൻ്റെ ഉള്ളിൽ നിന്ന് തവള മുകളിലോട്ട് വന്നു. അപ്പൊ ബാക്കിയുള്ള തവളകളെല്ലാം ഞെട്ടിപ്പോയി. പക്ഷെ എന്താണ് ഈ ഒരു കഥയിലെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ രണ്ടാമത്തെ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ തവള വിചാരിച്ചത് ബാക്കി എല്ലാ തവളകളും ഇവനെ പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് തവളയ്ക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് തവള വിചാരിച്ചു, നീ കേറ്, നിന്നെ കൊണ്ട് പറ്റും, നീ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യുന്നായിരുന്നു നമ്മുടെ രണ്ടാമത്തെ തവള വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ സിറ്റുവേഷൻ അല്ലേ. പക്ഷെ എൻ്റെ മക്കൾക്ക് ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങളുടെ എല്ലാ കഴിവിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും എക്സാം ഇന്നർ ടീം ഉണ്ട്. ഇപ്പൊ പഠന കാര്യത്തിലായി കഴിഞ്ഞാലും എക്സ്ട്രാ കാര്യങ്ങളായി കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ബോക്സ് സീരീസ് ഒക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രാ കാര്യങ്ങളും എക്സ്ട്രാ ക്രിയേറ്റിവിറ്റിയും ഇതിനെ എല്ലാത്തിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഇന്നർ ഫാമിലി എൻ്റെ മക്കളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യമായിക്കോട്ടെ, പഠനമായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ കാര്യം സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ എന്നും എക്സാം വിന്നർ എൻ്റെ മക്കളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ എന്നും കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കാണുക, കറക്റ്റ് ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതുക, നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഇത് കൂടാതെ തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് എക്സാം വിന്നറിന്റെ കൂടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ബാച്ചിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ എക്സാം വിന്നർ ഉണ്ടായിരിക്കും കേട്ടോ.